ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേറ്ററ്റിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കല്ലു കടിക്കുക എന്ന ശൈലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യമേത്? ഹോട്ടലിൻ്റെ ഭക്ഷണത്തിൽ കല്ല് കടിക്കുക പതിവായി. കല്ല് കടിക്കുക എന്നത് ചില കുട്ടികളുടെ ശീലമാണ്. പുത്തരി ചോറുണ്ണുന്നതിനിടയിൽ കല്ലു കടിക്കുക ശരിയല്ല. ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി. അപ്പോൾ ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു സംഭവമല്ല. ഇതൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് ആൻസറിലേക്ക് എത്തേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? കല്ല് കടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രശ്നം തോന്നുക അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി, ഒരു പ്രശ്നമായി അല്ലേ അത്? ഇതുപോലെ വരുന്ന ശൈലികളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ചോദ്യം ഒരു ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ചുവന്ന തൊപ്പി വെച്ച കോഴി, അടിവരയിട്ട പദം, അതായത് ചുവപ്പ്, ചുവന്ന എന്നുള്ളതാണ്. നാമവിശേഷണം, ഭേദക വിശേഷണം, ക്രിയാവിശേഷണം, വിനയച്ചം, ഇതിലേതാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഭേദക വിശേഷണമാണ്. ഓപ്ഷൻ ബി, ഭേദക വിശേഷണം. അപ്പം നമുക്ക് ഭേദകത്തെ പറ്റി ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും, അതൊന്ന് കണ്ടു നോക്കുക. അടുത്ത ചോദ്യം, ഒരുമ തന്നെ പെരുമ എന്നതിനോട് അർത്ഥത്തിൽ യോജിക്കാത്ത ചൊല്ല്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, നിലയ്ക്കു നിന്നാൽ മലയ്ക്ക് സമം, ഐക്യമത്യം മഹാബലം, ഒത്തിരുന്നാൽ 10 ബലം. അപ്പോൾ ഇതെല്ലാം ചൊല്ലുകളാണല്ലേ. ഒരുമിച്ച് നിന്നാൽ വൻ ശക്തിയാകും എന്ന് പറയുന്നത്, അതായത് ഒത്തുപിടിച്ചാൽ മലയും പോരും, അങ്ങനെയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ചൊല്ലാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് യോജിക്കുന്നത് ഏതൊക്കെയാണ്? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, അതുമായിട്ട് യോജിക്കുന്നുണ്ട്. ഐകമത്യം മഹാബലം, അതും യോജിക്കുന്നുണ്ട്. ഒത്തിരുന്നാൽ 10 ബലം, ഇതെല്ലാം ഒത്തൊരുമയെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം. അടുത്ത ചോദ്യം, മഴത്തുള്ളി കിലുക്കം എന്നത് വിഗ്രഹിച്ചാൽ മഴത്തുള്ളിയുടെ കിലുക്കം, മഴത്തുള്ളിയാകുന്ന കിലുക്കം, മഴത്തുള്ളിയും കിലുക്കവും, മഴയും തുള്ളിയും കിലുക്കവും, ഇതിലേതാണ്? നമുക്കിവിടെ യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ ഏതാണ് ആൻസർ വരുന്നത്? മഴത്തുള്ളിയുടെ കിലുക്കം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം? കുടയെടുത്ത്, ഇഷ്ടമായി, മുടിയിഴകൾ, കണ്ടില്ല. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതൊരു ഗ്രാമർ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ലോപസന്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. ലോപസന്ധി വരുമ്പം 2 വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ സ്വരം ലോപിക്കുന്നു. ഇതാണ് ലോപസന്ധി. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഉകാരം എന്ത് ചെയ്തു? കണ്ടു എന്നുള്ളതിൽ ഉകാരം ലോപിച്ചു, അതാണ് കണ്ടില്ല എന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഈ സന്ധികളെ പറ്റി പ്രത്യേക ഒരു ക്ലാസ് തന്നെ എടുത്തെങ്കിലേ തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം, മഞ്ഞവെയിൽ മരണങ്ങൾ ആരുടെ കൃതിയാണ്? KR മീര, TD രാമകൃഷ്ണൻ, ബെന്യാമിൻ, സന്തോഷ് ഏച്ചിക്കാനം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബെന്യാമിൻ. അപ്പോൾ ബെന്യാമിൻ്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. ആടുജീവിതം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ആഡിസ് അബാബ, ഗസാൻ്റെ കല്ലുകൾ, പെൺമാറാട്ടം, യുത്തനേസിയ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓർത്തിരിക്കുക. 2021 വയലാർ അവാർഡ് നേടിയ ബെന്യാമിൻ്റെ കൃതിയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. താഴെ പറയുന്നവയിൽ സച്ചിദാനന്ദൻ്റെ കൃതി ഏത്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ബുധനിലാവ്, മേഘരൂപൻ, അമാവാസി. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളോട് നോക്കാം. ബുധനിലാവ് എഴുതിയത് മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാസുരയ്യ. മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ.
KL മോഹനവർമ്മയോടൊപ്പം കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടി രചിച്ച കൃതിയാണ് അമാവാസി. പിന്നെ ഇവിടെ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിദാനന്ദൻ, 2 സച്ചിദാനന്ദന്മാരുണ്ട്. അതിൽ പി സച്ചിദാനന്ദനും ഉണ്ട്, ആനന്ദ് തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനും ഉണ്ട്, കെ സച്ചിദാനന്ദനും ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതി രചിച്ചത് കെ സച്ചിദാനന്ദനാണ്. അടുത്ത ചോദ്യം, ഉടൻ മഹാദേവി ഇടത്തു കൈയാൽ അഴിഞ്ഞ വാർപ്പൂങ്കടലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചാൾ. ഈ വരികളിലെ അലങ്കാരം എന്ത്? അർത്ഥാന്തരന്യാസം, സ്വഭാവോക്തി, ഉൽപ്രേക്ഷ, രൂപകം. അലങ്കാരം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയ പോർഷനാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യങ്ങളിലെ ചമത്കാരത്തിന്, അതായത് നമ്മുടെ ഹൃദയത്തിന് ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു കവിതാധർമ്മമാണ് ചമത്കാരം. അത്തരത്തിലുള്ള ചമത്കാരത്തിന് ആശ്രയമായ വാക്യഭംഗിയാണ് അലങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് രൂപകം എന്നുള്ളതാണ്. രൂപകം എന്ന് വെച്ചാൽ അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊൽക രൂപകം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കാനുള്ളത്, ഈ തന്നിരിക്കുന്ന വരികൾ വള്ളത്തോളിൻ്റെ പ്രശസ്തമായ ഒരു കൃതി ശിഷ്യനും മകനും എന്ന് പറയുന്ന കൃതിയിൽ നിന്നുള്ളതാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ശരിക്കും ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചില ട്രിക്സൊക്കെ വെച്ചിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.